ഇപ്പോൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും അത് കാണാൻ പറ്റുന്നില്ലേ സ്ലൈഡ്? ഓക്കെ. ഈ സ്ലൈഡ് സബ് ജില്ലാ സെക്രട്ടറിമാരുടെ പരിശീലനത്തിനും കൂടി ആക്കിയത് കൊണ്ട് ഇങ്ങനെ കുറെ എക്സ്ട്രാ സംഗതികൾ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കണ്ടില്ല. ഇപ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്കൂളുകൾ ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തിപരിധി, IT ക്ലബ് അസോസിയേഷനിൽ അഫിലിയേഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അതിനൊരു അഫിലിയേഷൻ ഫീസ് ഒക്കെ ഉണ്ട്, അത് കൊടുക്കണമെന്നാണ്. അതുപോലെ 9 മുതൽ 12 വരെ ക്ലാസ്സിലെ കുട്ടികൾ 20 രൂപ രജിസ്ട്രേഷൻ ഫീസ് എന്നാണ് മാനുവലിൽ പറഞ്ഞത്. ചിലപ്പോൾ സബ് ജില്ലയിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായേക്കും. ഇത് പങ്കെടുക്കുന്ന കുട്ടികളാണ്. അത് കൂടാതെ സ്കൂളിന്റെ വിഹിതം, അധ്യാപകരുടെ വിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് AO വേറെ കളക്ഷൻ നടത്തുന്നുണ്ട്. കുട്ടികളുടെ രക്ഷിതാക്കളുടെ വിഹിതം, അധ്യാപകരുടെ വിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ അതിലിടക്ക് നമ്മുടെ അഫിലിയേഷൻ ഫീസ് ഇങ്ങനെയാണ്. UP സ്കൂളുകാർ 75 രൂപ സയൻസിലും 75 സോഷ്യലും, അങ്ങനെ ഓരോന്നിനും 75 രൂപ അടക്കണം. ഹൈസ്കൂളിന് 200 രൂപയാണ് ഓരോ ക്ലബിനും അടക്കേണ്ടത്. ഹയർ സെക്കൻഡറിക്ക് 300 രൂപയാണ് അടക്കേണ്ടത്. നമ്മുടെ ഒരു അപ്പീൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മത്സരത്തിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പീൽ ഫീസ് ഇപ്രാവശ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉപജില്ലാതല അപ്പീൽ ഫീസ് 1000 രൂപയാക്കിയിട്ടുണ്ട്. ഇനി അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട് IOമാരും അതുപോലെ DOമാരും DDമാരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം കൂടി നമുക്ക് പരിചയപ്പെടുത്താം. ഉപജില്ലാ, റവന്യൂ ജില്ലാ തലങ്ങളിൽ യോഗ്യത അടിസ്ഥാനത്തിൽ 2 മത്സരാർത്ഥികൾ മാത്രമല്ല 2 ടീം ഉപരി മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും മത്സരാർത്ഥിയുടെ അപേക്ഷയിന്മേൽ ഏതെങ്കിലും കോടതിയോ അപ്പീൽ അധികാരികളോ അപ്പീൽ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് 2 മത്സരാർത്ഥികൾ മാത്രമേ ഉപരി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുള്ളൂ എന്നും മൂന്നാമത്തെ മത്സരാർത്ഥി എത്തുന്നില്ല എന്നും ഉറപ്പാക്കേണ്ടതാണ്. മൂന്നാമതൊരു മത്സരാർത്ഥിക്ക് കോടതിയോ അപ്പീൽ അധികാരിയോ അപ്പീൽ അനുവദിച്ചു നൽകുന്ന പക്ഷം വ്യക്തമായ ഉത്തരവിലൂടെ ഇതിനോടകം യോഗ്യത നേടിയ മത്സരാർത്ഥികളുടെ പ്രകടനം കൂടി കൃത്യമായി വിലയിരുത്തി ഒരാളെ ഒഴിവാക്കി ഒരു തലത്തിൽ നിന്ന് ഒരിനത്തിൽ 2 പേർ മാത്രമേ, 2 ടീം മാത്രമേ ഉപരി മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാം. അതുപോലെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ നിശ്ചിത ഫീസായ 1000 രൂപ സഹിതം നിർദ്ദിഷ്ട ഫോറം നമ്മുടെ മാനുവലിൽ ലാസ്റ്റ് ഭാഗത്തുണ്ട്. എസ്കോർട്ടിംഗ് ടീച്ചർ മുഖേന ആയിരിക്കണം പരാതികൾ അപ്പീൽ കമ്മിറ്റിക്ക് സമർപ്പിക്കേണ്ടത്. എസ്കോർട്ടിംഗ് ടീച്ചർ മുഖേന സമർപ്പിക്കുന്ന പരാതികൾ മാത്രമേ അപ്പീൽ കമ്മിറ്റി പരിഗണിക്കുകയുള്ളൂ. 1ാം സ്ഥാനത്തിന് 5 പോയിന്റാണ്, 2ാം സ്ഥാനത്തിന് 3 പോയിന്റാണ്, 3ാം സ്ഥാനത്തിന് 1 പോയിന്റാണ്. ഇനി ശാസ്ത്രമേളയുടെ ഭാഗമായ മത്സര ഇനങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പരിഗണിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാ മത്സര ഇനങ്ങളും ഇല്ലേ? സയൻസിൽ പരിഗണിക്കുന്നത് LP ശേഖരണം അഥവാ കളക്ഷൻ, ചാർട്ട്, ലഘുപരീക്ഷണം, പരിസര നിരീക്ഷണ അവതരണം, ശാസ്ത്ര ക്വിസ്. നമുക്ക് കോഴിക്കോടുകാർക്ക് അഭിമാനിക്കാനുള്ള കാര്യമുള്ളത്, ഈ ശാസ്ത്ര ക്വിസ് നമ്മുടെ കോഴിക്കോടായിരുന്നു LP നടത്തിയിരുന്നത്. സ്റ്റേറ്റിലില്ലായിരുന്നു. നമ്മളാണ് ഇത് തുടങ്ങിയിട്ടത്. ഇപ്രാവശ്യം സംസ്ഥാന തലത്തിൽ തന്നെ അതിനെ അംഗീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. മാനുള്ളത് വന്നു. ഇനി UP വിഭാഗത്തിൽ വരുന്നത് നിശ്ചല മാതൃക, റസ്റ്റിൽ മോഡല്, വർക്കിംഗ് മോഡല്, റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റ്, ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഇംപ്രൂവൈസ്ഡ് എക്സ്പെരിമെന്റും പ്ലസ് ശാസ്ത്ര ക്വിസും പണ്ടേണ്ടതാണ്. പരിസര നിരീക്ഷണ അവതരണം എന്നൊരു ഇനം കൂടി വന്നിട്ടുണ്ട്. ഞാനൊരു ഗൂഗിൾ മീറ്റില്ല, മേലെ ബന്ധപ്പെട്ട് ഞാൻ പിന്നെ വിളിക്കാം. ഇനി UP വിഭാഗത്തിൽ വരുന്നത്
സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, RTP അഥവാ റിസർച്ച് ടൈപ്പ് പ്രോജക്ട്, ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ്, ശാസ്ത്ര ക്വിസ് പ്ലസ് പരിസര നിരീക്ഷണ അവതരണം എന്ന പുതിയ ഇനം. ഹൈസ്കൂൾ വിഭാഗത്തിൽ വരുന്ന ഇനങ്ങൾ സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, RTP അഥവാ റിസർച്ച് ടൈപ്പ് പ്രോജക്ട്, ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ്, പിന്നെ പുതിയ ഇനം ആയ ഇൻവെസ്റ്റിഗേറ്ററി പ്രോജക്റ്റ്. ഇൻവെസ്റ്റിഗേറ്ററി പ്രോജക്റ്റ് കൂടാണ്ട് വ്യക്തിഗത പ്രൊജക്ട് എന്ന പേരിൽ ഒരു ഓൺ ദി സ്പോട്ട് മത്സരങ്ങൾ 3 ഉണ്ട്. റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇത് കൂടാതെ ശാസ്ത്ര ക്വിസ്. ഇത്ര ഇനങ്ങളാണ് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിക്കും നമ്മുടെ ചാമ്പ്യൻഷിപ്പിന് പരിഗണിക്കുന്ന ഇനങ്ങൾ. ഒരു മേളയുടെയും ടീച്ചിങ് എയ്ഡ്, ടീച്ചർ പ്രൊജക്ട്, ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ, മാഗസിൻ എന്നിവ ചാമ്പ്യൻഷിപ്പിന് പരിഗണിക്കുന്നതല്ല. അതുപോലെ മേളയുടെ കൂടെ അല്ലാതെ നടത്തുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. സെമിനാർ ഓൾറെഡി കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റേറ്റാണ് ബാക്കി. അതുപോലെ CV രാമൻ എസ്എ കോമ്പറ്റീഷൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്കുള്ളതാണ്. ശാസ്ത്ര നാടകം ഇപ്രാവശ്യം ആദ്യമായിട്ട് ശാസ്ത്ര നാടകം ഓവറോളിൽ അത് പരിഗണിക്കുന്നതിൽ നിന്ന് പുറത്തുപോയി. അതുപോലെ ഒരു സെമിനാർ കൂടി വരാൻ ബാക്കിയുണ്ട്, NCERT സയൻസ് സെമിനാർ എന്ന് പറഞ്ഞിട്ട്. ആ സെമിനാർ ഈ മേളയുടെ കൂടെ നമ്മൾ നടത്തുന്നതാണ്. കഴിഞ്ഞ കൊല്ലം മില്ലറ്റ് ആയിരുന്ന വിഷയം, വിഷയം ഞാൻ പിന്നാലെ പറയും. ഇവ ചാമ്പ്യൻഷിപ്പിന് പരിഗണിക്കില്ല. ഇനി മാർക്ക് പറയാം. എ ഗ്രേഡിന് 80% അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയാൽ എ ഗ്രേഡ്, 70 മുതൽ 79 വരെ ബി ഗ്രേഡ്, 60 മുതൽ 69 വരെ സി ഗ്രേഡ് ഒരു മാർക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം, ഇന്ന് ഇത്ര നേരം ഫോൺ വന്നൊരു കാര്യമാണ്. ഇതില് എല്ലാ മത്സരം, ക്ലബ്ബ് നടത്തുന്ന എല്ലാ മത്സരവും എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞു പോയ സെമിനാർ ആയാലും വരാൻ പോകുന്ന CV രാമനായാലും ഒക്കെ ഓൺലൈൻ സംവിധാനത്തിലാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മത്സരങ്ങളും ഓൺലൈൻ എൻട്രി നടത്തണം. അത് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സൂക്ഷ്മതയോടെ നടത്തണം. കുട്ടികളുടെ ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ എൻട്രിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം HMO പ്രിൻസിപ്പലാണ്. ഞാനിത് പിന്നെ അടിവരയിട്ടതിന്റെ കാരണം, കഴിഞ്ഞ വർഷമൊക്കെ ചില ഹയർ സെക്കൻഡറിയിൽ നിന്ന് വന്ന എൻട്രിയിൽ തെറ്റുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേറ്റിൽ നിന്ന് സമ്മാനം വാങ്ങുമ്പോൾ പറയുന്ന കുട്ടിയുടെ പേരിന്റെ സ്പെല്ലിംഗ് മാറ്റം കറക്റ്റ് ചെയ്ത് തരണം. ഇപ്രാവശ്യം അങ്ങനെ കറക്ഷൻ ആവശ്യപ്പെട്ടാൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും, ഫൈൻ അടക്കേണ്ടി വരും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് എൻട്രി, അത് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരൊക്കെ സമ്പൂർണ്ണ എന്ന് കയറ്റുമ്പോൾ ഹയർ സെക്കൻഡറിയിൽ അങ്ങനെയല്ലാതെ ഡയറക്റ്റ് കുട്ടികളുടെ സ്പെല്ലിംഗ് ഒന്നും നോക്കാതെ ടൈപ്പ് ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ അത് മാറ്റണം. സമ്പൂർണ്ണ എന്നാകുമ്പോൾ തെറ്റ് സാധ്യത കുറവാണ്. എന്നാലും സമ്പൂർണ്ണയുള്ളവൻ തെറ്റ് വരുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ പല കുട്ടികളും 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണ് എൻ്റെ പേര് ഇങ്ങനെയല്ല, മുഹമ്മദ് ED അല്ല AD ആന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ പിന്നെ വരുമ്പോഴേക്ക് ഇത് മാറ്റണമെന്ന് പറയും. അത് വലിയ ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിനിടക്ക് അത്തരം മാറ്റങ്ങളൊക്കെ റെഡിയാക്കി സമ്പൂർണ്ണയൊക്കെ ക്ലിയർ ആക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊന്ന്, ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ പോലെ ഒരു വിദ്യാർത്ഥിക്ക് ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേഖലകളിൽ, മേള എന്നല്ല മേഖലയാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഒരിനത്തിൽ മാത്രമേ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. പ്ലസ് ഒരു ക്വിസും ആവാം. ബെന്നി സാറേ, ഞാനൊരു മീറ്റിംഗില്ല, ഗൂഗിൾ മീറ്റ് ആണ്, ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയാ കുറച്ച് ഇൻസ്റ്റാഗ്രാമായിട്ട്. ഇനി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കൂടി നടത്തണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. ഹരിത പെരുമാറ്റച്ചട്ടം ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപമര്യാദയും അച്ചടക്കമില്ലാതെയും പ്രകോപനപരമായും പ്രവർത്തിക്കുന്നവർക്കെതിരെ വകുപ്പ് തല നടപടിയടക്കം പ്രതീക്ഷിക്കാം.
പരിശോധിക്കാവുന്നതാണ്. മറ്റൊന്ന് ഇത് സബ് ജില്ലാ സെക്രട്ടറി LP വിഭാഗം എന്തൊക്കെ ഇനങ്ങൾ നോക്കാം. കളക്ഷൻ അഥവാ ശേഖരണം പണ്ടേ ഉള്ളതാണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ തെളിവായിട്ട് ഒരു ഫോട്ടോ കൂടി കരുതണം. ശേഖരണം നമ്മുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം സബ് ജില്ലയിൽ തന്നിട്ടുണ്ടാവും, അതാണ് ശേഖരണം. ചാർട്ടിന്റെ വിഷയം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പരമാവധി 3 മണിക്കൂർ സമയം കൊണ്ട് ഓൺ ദി സ്പോട്ടിൽ 2 മണിക്കൂർ സമയം കൊണ്ട് 3 ചാർട്ട് 2 കുട്ടികൾ ചേർന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ ചാർട്ട് സീൽ ചെയ്ത് തരും. നിങ്ങൾ അതിനാവശ്യമായ വരക്കാനുള്ള സാധനങ്ങളും ഒക്കെ നിങ്ങൾ കരുതേണ്ടി വരും. മറ്റൊന്നും കുറിപ്പുകളൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. കുട്ടികൾ നിഷ്കളങ്കരാണ്, നമ്മളാണ് അവരെ ചീത്തയാക്കുന്നത്. ലഘുപരീക്ഷണം അതിലൊന്നും ഒട്ടിക്കാൻ പാടില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ലഘുപരീക്ഷണം LPയിലെ ഏതെങ്കിലും ഒരു പാഠാശയം വ്യക്തമാക്കുന്ന 3 പരീക്ഷണമാണ്. ആ പരീക്ഷണ കുറിപ്പ് ഒരു 3 കോപ്പി കരുതണം. 3 കോപ്പി തന്നെ, ഒരു കോപ്പി എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്താലും മതി. പരിസര നിരീക്ഷണ അവതരണം പുതിയ ഇനമാണ്. കുട്ടിയുടെ വീടിന്റെ ചുറ്റുപാടിലെ ഏതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കുളമാവാം, പുഴക്കരിയാവാം, വയലാവാം, പൂന്തോട്ടമാകാം. അപ്പൊ ആവാസ വ്യവസ്ഥ തന്നെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ കുട്ടി ഒരു മാലിന്യ കുമ്പാരായിരിക്കും നിരീക്ഷിക്കുന്നുണ്ടാവുക. പരിസരത്തുള്ള എന്തും നിരീക്ഷിക്കാം കുട്ടിക്ക്. അപ്പോൾ വളരെ വിശാലമായ ഏരിയ ഒന്നും കൊടുക്കണ്ട, ചെറിയ ഏരിയ, കുട്ടിയുടെ ലെവലിന് കണക്കായിട്ട് ചെറിയൊരു ഏരിയ നിരീക്ഷിച്ചിട്ട് അതിനെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ഇതൊരു മിനി പ്രൊജക്റ്റാണ്. നമ്മുടെ വലിയ പ്രൊജക്റ്റിന്റെ കുഞ്ഞനിയൻ. വലിയ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയെ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നത്. ഇവിടെ അത്ര ആഴത്തിലൊന്നും കുട്ടി പോകണ്ട. കുട്ടിയുടെ ലെവലിന് കണക്കായിട്ടുള്ള പോക്ക് പോയാൽ മതി. അപ്പോൾ നമ്മുടെ മറ്റേ പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയോ ഫോണിന്റെ സഹായത്തോടെയോ കുട്ടിയുടെ പ്രസന്റേഷൻ നടത്താം, അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ സഹായത്തോടെയോ ഒക്കെ അവതരിപ്പിക്കാം. ഈ നിരീക്ഷണം എഴുതിയ ഒരു കുറിപ്പ് കുട്ടിയുടെ കയ്യിലുണ്ടാവണം. അത് തെളിവാണ്, അതിനും മാർക്കുണ്ട്. ശാസ്ത്ര ക്വിസ് ഇപ്രാവശ്യം ടീം വർക്കാണ്. 2 കുട്ടികൾ ഒരുമിച്ചിരിക്കും. ചോദ്യം സ്ലൈഡിലാണ് ഉണ്ടാവുക, വായിക്കലല്ല. അപ്പോ അത് കണ്ട് കേട്ട് ചിലപ്പോ വീഡിയോ ഉണ്ടാവും, ചിലപ്പോൾ ഓഡിയോ ഉണ്ടാവും. അതൊക്കെ ചെയ്തിട്ട് 2 കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം ഒരു കടലാസിൽ എഴുതുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ശാസ്ത്ര ക്വിസ് എല്ലാ തലങ്ങളിലും. ഇനി UP വിഭാഗത്തിലെ മത്സരങ്ങൾ സ്റ്റിൽ മോഡല് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സ്റ്റില്ല് നമുക്ക് പ്രായോഗികമായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത പലതുമായിരിക്കും. ചിലപ്പോൾ ഭാവനയിൽ മാത്രമുള്ളൊരു ഐഡിയ ആയിരിക്കും. അതിനെ നമ്മൾ ഒരു മോഡലാക്കിയിട്ടുണ്ടാക്കുകയാണ്. പ്രൊപ്പോർഷനൊക്കെ ശ്രദ്ധിക്കണം, ആകർഷണീയതമായിരിക്കണം. അതൊക്കെ അതിൻ്റെ ഒരു മാർക്കിന്റെ മാനദണ്ഡങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു മാതൃക ഉണ്ടാക്കിയിട്ട് അതിന് സൈസൊക്കെ ഉണ്ട്. 4 അടി 4 അടി 1 മീറ്റർ എക്സിബിറ്റുകൾക്ക് സൈസ് ഉണ്ട്. 122 സെന്റിമീറ്റർ എന്നുള്ള 4 അടി. അപ്പോൾ നീളം വീതി ഉയരം എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അതാണ് സ്റ്റിൽ മോഡൽ. വർക്കിംഗ് മോഡൽ അതുപോലെ വർക്ക് ചെയ്യണം, പ്രവർത്തിപ്പിച്ച് കാണിക്കണം. അതും ഇതേപോലെ സൈസിന് കണക്കുണ്ട്. അതിനേക്കാൾ കൂടാൻ പാടില്ല. 4 അടി 4 അടി 1 മീറ്ററിനേക്കാൾ കൂടാൻ പാടില്ല. കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടി തുടക്കം മുതൽ പെയിന്റടിക്കുമ്പം പോലെ തുടക്കം മുതൽ കുട്ടി അതിൽ കൂടെ ഉണ്ട്, കുട്ടികളാണ്, 2 കുട്ടികളുണ്ട് എന്നതിനൊരു തെളിവ് വ്യക്തമാക്കുന്ന വീഡിയോ നമുക്ക് ഇതിന്റെ കൂടെ കരുതണം. മാക്സിമം 5 മിനിറ്റ് ആണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ കുറെ ഫോട്ടോസ് ചേർത്തിട്ട് വീഡിയോ ആക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചാർട്ടിൽ പ്രദർശിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുട്ടി ചെയ്യുന്നതിന്റെ തെളിവ്. ഇനി റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റ്. നിങ്ങൾ പ്രൊഡക്റ്റ് ഒന്നും കൊണ്ടുവരേണ്ടതില്ല. നിങ്ങൾ ചെയ്തതിന്റെ തെളിവൊക്കെ അതിനകത്ത് ഫോട്ടോസൊക്കെ ആക്കിയിട്ട് കരുതിയാൽ മതി. അപ്പൊ അതും കുട്ടിയുടെ പങ്കാളിത്തം ചെയ്യുന്നതിന്റെ വ്യക്തമാക്കുന്നതിന്റെ വീഡിയോ അല്ലെങ്കിൽ സ്ലൈഡോ കരുതുന്നതാണ് എക്സ്ട്രാ. ഇനി
ഇത് അവതരണ മാതൃകയിലാണ്. നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത പോലെ പ്രൊജക്ടർ അവിടെ ഉണ്ടാവും. അപ്പോൾ സ്ലൈഡൊക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാം. 6 മിനിറ്റാണ് അവതരിപ്പിക്കാൻ തരിക. 3 മിനിറ്റ് ഇൻട്രാക്ഷൻ. ഒരു മുറിയിൽ കുട്ടികളെ ഇരുത്തും. അടുത്ത മുറിയിലേക്ക് കുട്ടികൾ നമ്പർ ക്രമത്തിൽ വിളിക്കുകയും അവിടെ നിന്ന് ജഡ്ജസിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ കുട്ടികളോട് അവതരണ ശേഷം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ വെച്ചിട്ടാണ് മാർക്ക്. പ്രൊജക്ട് റിപ്പോർട്ടിലും മാർക്കുണ്ട്. ഇനി ഇംപ്രൂവൈസ്ഡ് എക്സ്പെരിമെന്റ്, അതൊരിക്കലും വർക്കിംഗ് മോഡലല്ല, അത് പരീക്ഷണമാണ്. ലാബിലുള്ള സാധനം ഉപയോഗിച്ചുള്ള പരീക്ഷണമല്ല, ലാബിൽ ഇല്ലാത്ത സാധനം ഉപയോഗിച്ചിട്ട് ഉള്ള ചില പരീക്ഷണങ്ങൾ ചെയ്യാണ്. ഒരു തത്വമൊക്കെ വെച്ചിട്ട് 3 പരീക്ഷണം വരെ ആകാം. അവതരിപ്പിക്കുന്ന പരീക്ഷണത്തിന്റെ കുറിപ്പ് 3 കോപ്പി മൂല്യനിർണയ സമയത്ത് നൽകണം. ഇത് പറയുമ്പോഴാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇപ്രാവശ്യം ചെയ്യുന്ന സയൻസ് ക്ലബ്ബ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ അധ്യാപകർക്ക് പഠനോപകരണ നിർമ്മാണത്തിൽ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിർത്തിയിട്ടില്ല. ഇപ്പൊ 4 സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടാൽ മതി. നമുക്ക് ഈ മേളത്തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പഠനോപകരണ നിർമ്മാണം തുടരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്തത് 5-ാമത്തെ ഇനം പരിസര നിരീക്ഷണ അവതരണം. പരിസര നിരീക്ഷണ അവതരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്. LP-യേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ലെവലിലേക്ക് UP പോയിക്കോട്ടെ. ശാസ്ത്ര ക്വിസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. HS വിഭാഗം ചിൽ മോഡൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വർക്കിംഗ് മോഡലും പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം ഒരേപോലെ തന്നെയാണ് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും UP-ക്കും ഒക്കെ. റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റും പറഞ്ഞു കഴിഞ്ഞു. ഇംപ്രൂവൈസ്ഡ് എക്സ്പെരിമെന്റും പറഞ്ഞു. ഇനിയുള്ളത് ഇൻവെസ്റ്റിഗേറ്ററി പ്രോജക്റ്റാണ്. നമ്മുടെ റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റ് തന്നെ ഇപ്രാവശ്യം നമ്മൾ റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റ് തന്നെ ചെയ്യുക. അതേ രൂപത്തിൽ തന്നെ ചെയ്യുക. ഇൻവെസ്റ്റിഗേറ്ററി പ്രോജക്റ്റ് റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റ് പോലെ തന്നെ ചെയ്യാം. പക്ഷെ ഒരു കുട്ടി ഒറ്റക്ക്, അത്രയും വ്യത്യാസം ഇപ്രാവശ്യം വേണ്ടു. അങ്ങനെ നിങ്ങൾ പ്രൊജക്റ്റ് അതേപോലെ തന്നെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഇനി ക്വിസ് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇനി വ്യക്തിഗത പ്രൊജക്റ്റ് എന്ന പേരിൽ തത്സമയ നിർമ്മാണ മത്സരമുണ്ട്. അത് ശരിക്കും വർക്കിംഗ് മോഡൽ തന്നെയാണ്. പ്രൊജക്റ്റ് എന്നതിനേക്കാൾ വർക്കിംഗ് മോഡലാണ്. പക്ഷെ ഒരു കുട്ടി ഒറ്റക്കാണ് ഓരോന്നിനും ഉണ്ടാകുക. റോബോട്ടിക്സിനും കുട്ടിക്ക് മത്സരിക്കാം. മറ്റൊരു കുട്ടിക്ക് ഇലക്ട്രോണിക്സിന്, മറ്റൊരു കുട്ടിക്ക് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇത് ലിറ്റിൽ കൈറ്റുകാരെ നമ്മൾ പരിചയപ്പെടുത്തിയൊരു സാധനമാണ്. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും മത്സരമുണ്ട്. പല സ്കൂളിലും എല്ലാ സ്കൂളിലും റോബോട്ടിക് കിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അഡിനോ ബോർഡും ഒക്കെ ചേർത്തിട്ടുള്ള കുറേ സെൻസറുകളും ഒക്കെ വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ. അപ്പൊ റോബോട്ടിക്സിൽ നമ്മുടെ അവിടെ പരിചയപ്പെട്ട സംഗതി അങ്ങനെ ഡയറക്റ്റ് ചെയ്യലല്ല. അവിടെ പരിചയപ്പെട്ട ഐഡിയ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപകരണം കുട്ടി പുതിയ ഒരു ഇന്നോവേഷൻ ചെയ്യണം, ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കണം. അപ്പോൾ അത് സാധനങ്ങളൊക്കെ കൂട്ടി കൊണ്ടുവരിക, എന്നിട്ടൊരു ഡിസൈൻ തയ്യാറാക്കുക, അവിടുന്ന് ഉൽപ്പന്നം ഉണ്ടാക്കുക, എന്നിട്ട് പ്രവർത്തിപ്പിച്ച് കാണിക്കുക. ഇതിനൊരു 3 മണിക്കൂർ സമയം കൊടുക്കുക. എല്ലാ എക്സിബിറ്റിനും നമ്മുടെ NCERT ടീം തന്നിട്ടുണ്ട്. ടീം നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിമാർ തരും, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. NCERT ടീം അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇലക്ട്രോണിക്സും അതേപോലെ തന്നെയാണ്. എന്തെങ്കിലും ഒരു വർക്കിംഗ് മോഡൽ ഇലക്ട്രോണിക്സിന്റെ സഹായത്തോടെ ഉണ്ടാകും. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് നമുക്കറിയാം. ഇപ്പൊ അമേരിക്കയിലുള്ള ഡോക്ടർക്ക് ഇന്ത്യയിലുള്ള ഒരു രോഗിയെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ കഴിയുന്ന ഇന്റർനെറ്റിന്റെ ഒക്കെ സഹായത്തോടെയാണ്. ഇപ്പൊ തന്നെ പലരും ഇന്റർനെറ്റിന്റെ സഹായത്തോടെ വീട്ടിലുള്ള ക്യാമറയൊക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പല ക്യാമറകളും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ
വളരെ ദൂരെ നിന്ന് നമുക്ക് പലതും നിയന്ത്രിക്കാം. അപ്പൊ അതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ വരുന്നത്. അത് നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഒരു ഉപകരണം വർക്കിംഗ് മോഡൽ ഉണ്ടാക്കിയിട്ട് കാണിക്കണം. ഇതിന് 3 മണിക്കൂർ സമയം കൊടുക്കുക. അതിനുശേഷം നിർമ്മിച്ചതിനെ പറ്റിയിട്ട് വൈവയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഹയർ സെക്കൻഡറി അതേ ഇനങ്ങൾ തന്നെയാണ്. ഞാൻ ഗൂഗിൾ മീറ്റില്ല സംസാരിക്കാം. അപ്പൊ പ്രദർശന വസ്തുക്കളുടെ വലുപ്പമൊക്കെ പറഞ്ഞു. 122 സെന്റിമീറ്റർ, 122 സെന്റിമീറ്റർ, 100 സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞു. ഈ എസ്കോർട്ടിംഗ് ടീച്ചറുടെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ഗ്രൂപ്പ് ഇനങ്ങളിൽ ഇപ്പൊ 2 കുട്ടികളാണെങ്കിൽ 2 കുട്ടികൾ തന്നെ നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്ന് മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ജില്ലയിലൊക്കെ പങ്കെടുക്കുമ്പോൾ പ്രദർശന വസ്തുക്കളെ സംബന്ധിച്ച ഫോട്ടോ അടക്കമുള്ള ലിങ്ക്, കുറിപ്പുകൾ രജിസ്ട്രേഷൻ സമയത്ത് നൽകണം എന്ന് ഇപ്രാവശ്യം മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മൂല്യനിർണ്ണയ ഉപാധികളും കൂടി നമ്മൾ പരിചയപ്പെട്ടാൽ നമുക്ക് നല്ല എക്സിബിറ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. ഒക്കെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വായിച്ചു നോക്കണം. ശേഖരിച്ച വസ്തുക്കളേക്കാൾ എണ്ണത്തിനേക്കാൾ വസ്തുവിന്റെ പ്രാധാന്യം, സാമൂഹ്യ പ്രസക്തി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. തെളിവ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് മാനുവൽ നോക്കിയാൽ കിട്ടും. ഒരു മിനിറ്റ്, ഞാനൊന്ന് എൻ്റെ ലാപ്പ് ഒന്ന് ബാറ്ററി ലേശം ഒന്ന് ഡൗൺ ആവുന്നു. ഞാൻ ചാർജർ ഒന്ന് കുത്തട്ടെ. മറ്റാരോ പ്രസന്റേഷൻ ഓൺ ആക്കുന്നുണ്ട്, അതൊന്ന് ഓഫ് ആക്കുക. ഷൈനി സുരേന്ദ്രൻ, ആ പ്രസന്റേഷൻ ഓഫ് ചെയ്യുക. ഷൈനി സുരേന്ദ്രൻ പ്രസന്റേഷൻ ഓഫ് ചെയ്യണം. കേൾക്കുന്നില്ല? ഓക്കെ, ഇപ്പൊ എല്ലാവരും എന്റെ പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ? ആ, ഓക്കെ ഓക്കെ, ശരി, നമുക്ക് തുടരാം. നമ്മൾ പറഞ്ഞു വന്നത് ശേഖരണത്തിന്റെ കാര്യമാണ്. ഇനി അടുത്തത് ലഘുപരീക്ഷണം. ഒരു ആശയം വ്യക്തമാക്കുന്ന 3 പരീക്ഷണമാണ്. അതിലെ ശാസ്ത്രീയ സമീപനം, ഉപകരണങ്ങളുടെ സംവിധാനം, പരീക്ഷണത്തിന്റെ വിജയം, വിശദീകരണം ഇവയുടെ മാർക്കാണുള്ളത്. അതിലെ പരീക്ഷണത്തിന്റെ ഒരു കുറിപ്പ് 3 കോപ്പി, ഒരു കോപ്പി എഴുതുകയും ബാക്കി അതിന്റെ ഫോട്ടോ കോപ്പി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞപ്പോഴാണ് നേരത്തെ നോക്കിക്കോടെ ശേഖരണത്തിന് പങ്കാളിത്തം പുതുതായിട്ട് വന്നൊരു സാധനമാണ്. പങ്കാളിത്തത്തിന് മാർക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കുട്ടി ഇത് ശേഖരിച്ചതിന് കുട്ടിയുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് മാർക്കുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ കാണിക്കണമെന്നില്ല. ഇനി ശാസ്ത്രീയ സമീപനം LP ചാർട്ടിലാണ്. നവീനത, വിശദീകരണം, വൃത്തി, ആകർഷണീയത, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 2 മണിക്കൂർ കൊണ്ട് 3 ചാർട്ട്. അതിന്റെ വിഷയമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. LP പരിസര നിരീക്ഷണാവതരണത്തിൽ ശാസ്ത്രീയ സമീപനം, സ്വപ്രയത്നം, അവതരണം, വിശദീകരണം, അഭിമുഖം, നിരീക്ഷണക്കുറിപ്പ്, അതിന് മാർക്കുണ്ട്. നിരീക്ഷണക്കുറിപ്പ് എന്ന് പറയുന്നത് കുട്ടി എഴുതിയ കാര്യങ്ങളാണ്. നിരീക്ഷിച്ചിട്ട് എന്തൊക്കെയാണ് എഴുതിയത്. നിരീക്ഷണക്കുറിപ്പ്, ഡയറി എന്നൊക്കെ അതിനെ വിളിക്കാം. 20 പേജാണ്. അപ്പോ ചിലപ്പോ ഒരു ഒരു കുളമോ ഒരു വയലോ നിരീക്ഷിക്കുമ്പോൾ ഇന്നത്തെ ദിവസം കാണാത്തൊരു കാര്യം നാളെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നാളെ ഒരു പുതിയ പക്ഷീനെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ കുട്ടിക്ക് അവിടെ രേഖപ്പെടും. ഇനി സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ്, ഇതേ ഐറ്റത്തിന്റെ കൂടെ റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ്, IoT, ഇതിനൊക്കെ ഒരേ മൂല്യനിർണ്ണയ സൂചനകളാണ്. പണ്ട് ഉപയോഗിക്കുന്ന സൂചനകൾ: ക്രിയേറ്റിവിറ്റി, ഇന്നോവേറ്റീവ് ആൻഡ് ഒറിജിനാലിറ്റി, സയന്റിഫിക് തോട്ട്,
ടെക്നിക്കൽ സ്കില്ല്, യൂട്ടിലിറ്റി, ഡ്യൂറബിലിറ്റി, പ്രസന്റേഷൻ, ഇതിനൊക്കെയാണ് മാർക്കുള്ളത്. റിസർച്ച് ടൈപ്പ് വർക്സും പണ്ടേയുള്ള അത് തന്നെയാണ്. ശാസ്ത്രീയ സമീപനം, നൂതനാശയം, സ്വപ്രയത്നം, പ്രയോജനം, അവതരണം, വിശദീകരണം, റിപ്പോർട്ട്, ഇതിനൊക്കെയാണ് മാർക്ക് എന്ന് മനസ്സിലാക്കുക. ഇനി ടാലന്റ് സെർച്ച് എക്സാമിനേഷന് മാറ്റം വന്നിട്ടുണ്ട്. 60 മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യമാണ് ആദ്യം നടക്കുക. 1 മണിക്കൂറുണ്ട്. അതിൽ 8, 9, 10 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചോദിക്കും. കുറച്ചുകൂടി പാഠഭാഗവുമായി ബന്ധപ്പെട്ടോ കുറച്ച് ഉയർന്ന ലെവലും ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ഇനി ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, അതിലെ കാര്യങ്ങളാണ്. അതിൻ്റെ കുറച്ച് ഉയർന്ന തലവും ആശയങ്ങളുടെ ഉയർന്ന തലവും പ്രതീക്ഷിക്കാം. ഇനി ഇതിലൊക്കെ ഈ ഐറ്റത്തിനൊക്കെ ഓരോ കുട്ടിയാണ്. സബ് ജില്ലാതല, റവന്യൂ ജില്ലാതല, ഇതിനൊക്കെ ഒരു പേപ്പർ പ്രസന്റേഷൻ ഉണ്ട്. പേപ്പർ പ്രസന്റേഷൻ ഒരു വിഷയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടി ഒരു പേപ്പർ തയ്യാറാക്കിയിട്ട് അത് അവതരിപ്പിക്കണം. സ്വച്ഛ് ഭാരത് ഹൈസ്കൂളിന്റെ വിഷയമാണ്. ശാസ്ത്രത്തിന്റെ പങ്ക്, അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം 4.0, സാധ്യതകളും പരിമിതികളും, അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ സംഭാവനകൾ. സയൻസ് ക്ലബിന്റെ ഇതില് ഏതെങ്കിലും ഒന്ന് കുട്ടിക്ക് തിരഞ്ഞെടുക്കാം. എന്നിട്ട് അത് 6 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പേപ്പർ തയ്യാറാക്കുക. അത് അതിൻ്റെ ഒരു പ്രിന്റും. ഇത് ഹയർ സെക്കൻഡറിക്കുള്ളത് സ്വച്ഛ് ഭാരത്, ഇന്റഗ്രേറ്റിംഗ് സയൻസ്, സൊസൈറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി, സ്പേസ് എക്സ്പ്ലോറേഷൻ, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അൺലോക്കിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി. ഇതാണ് ഹയർ സെക്കൻഡറിയുടെ വിഷയം. ഇതിലേതും ഒന്നെടുക്കുക. എന്നിട്ട് അതിൻ്റെ 3 കോപ്പി അവതരണ സമയത്ത് 3 ജഡ്ജസിന് കൊടുക്കണം. അവതരണത്തിന് 6 മിനിറ്റ്, 2 മിനിറ്റ് വൈവ. നമ്മുടെ സെമിനാർ പോലെ തന്നെ 5 ചാർട്ട് ഓർ 5 സ്ലൈഡ്, അല്ലെങ്കിൽ 2 കൂടി 5 ഉപയോഗിക്കാം. അനിമേഷൻ ഒന്നും പാടില്ല, നിങ്ങൾക്കറിയാം. ഇതാണ് ടാലന്റ് സെർച്ചിനുണ്ടായ മാറ്റം. ശാസ്ത്ര ക്വിസിനുണ്ടായ മാറ്റം ഞങ്ങളോട് പറഞ്ഞു. സ്ലൈഡ് പ്രസന്റേഷനായിട്ട് വിവിധ റൗണ്ടുകളായിട്ടാണ് നടത്തുക. ഇനി CV രാമൻ എസ് സ്കൂൾ തലത്തിന്റെ വിഷയങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സബ് ജില്ല അതിനിടക്ക് നമ്മുടെ ക്വിസ് മത്സരം 23-ാം തീയതിയാണ് എല്ലാ സബ് ജില്ലയിലും നടക്കുന്നത്, കേരളം മുഴുവനും. 23-ാം തീയതി രാവിലെ 10 മണിക്ക് UP, 11:30 LP, 2 മണിക്ക് ഹൈസ്കൂള്, 3 മണിക്ക് ഹയർ സെക്കൻഡറി. ഇങ്ങനെയാണ് അതിന്റെ ക്രമം. മത്സരത്തിന് അരമണിക്കൂർ മുമ്പ് രജിസ്ട്രേഷന് വേണ്ടി എത്തണം. മത്സരത്തിൽ യാതൊരു സമയ വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾ എത്തിയാലും എത്തിയിട്ടില്ലെങ്കിലും കൃത്യസമയത്ത് മത്സരം തുടങ്ങണം. മറ്റൊന്ന് 24-ാം തീയതി പറഞ്ഞ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ 10 മണിക്ക്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും മത്സരങ്ങളുണ്ട്. ക്വിസും ഉണ്ട്, ടാലന്റ് സെർച്ചും. ഇനി CV രാമൻ ഉപന്യാസ മത്സരം നിലവിൽ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 29-30 ചിലപ്പോ ഡേറ്റ് മാറിയേക്കും. എന്നാലും അതിന് കണക്കായി തയ്യാറാവുക. അതിന് രാവിലെ ഒന്നാമത്തെ ദിവസം 9:30 അവർക്ക് ഒരു ക്ലാസ് ആണ് കൊടുക്കുന്നത്. ശാസ്ത്രലേഖ അന്ന് തന്നെയാണ് മാഗസിൻ മത്സരവും. അവർക്ക് 2 പേർക്കും ഒരേ ക്ലാസ്സാണ് കൊടുക്കുക. ശാസ്ത്രലേഖന രചനയുടെ രീതി ശാസ്ത്രവും സങ്കേതങ്ങളും പരിചയപ്പെടുന്ന ക്ലാസ്. പിന്നെ സാധാരണഗതിയിൽ എത്തുപോലെയല്ല, അല്ലെങ്കിൽ ഒരു മാഗസിനിൽ ഉള്ള രീതി
മാറ്റമുണ്ട് സയൻസിന്റെ കാര്യം. അത് പരിചയപ്പെടുന്ന ഒരു ക്ലാസ് കൊടുക്കും 1 മണിക്കൂർ. അതിനുശേഷം റെഫറൻസ് വിഷയം കൊടുക്കും, റെഫറൻസ് ചെയ്യാൻ പറയും 2 മണിക്കൂർ. ശേഷം 1 മണിക്കൂർ ഉപന്യാസം എഴുതലാണ്. അതിനുശേഷം അതിൻ്റെ മാർക്ക് പരിശോധനയാണ്. അപ്പോൾ ജഡ്ജസ് മാർക്ക് ഇട്ട് ആ കുട്ടിയായിട്ട് അഭിമുഖമാണ്. ഈ പണി 2ാമത്തെ ദിവസം നടത്തുക. ഇതാണ് CV രാമൻ എസ്സേ. വിവരശേഖരണത്തിന് ഇന്റർനെറ്റ് സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്താം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്ററി പ്രൊജക്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മറ്റേതുപോലെ തന്നെ സാധാരണ പ്രൊജക്ട് പോലെ തന്നെ 6 മിനിറ്റ് പ്രസന്റേഷൻ അവതരണ മാതൃകയിൽ തന്നെയാണ് നടത്തുക. അതിലും കുട്ടിയുടെ പങ്കാളിത്ത തെളിവാണ്. ശാസ്ത്ര നാടകത്തെ നമ്മുടെ ഓവറോളിൽ നിന്ന് പുറത്താക്കി ഒരു സ്കൂളിൽ നിന്നൊരു നാടകം, ഒരു ജില്ലയിൽ നിന്നൊരു നാടകം, ഒരു ജില്ലയിൽ നിന്നൊരു നാടകം, ഇങ്ങനെയാണ് മേലോട്ട്. ബാക്കിയെല്ലാം സ്കൂളിൽ നിന്നൊന്നാണെങ്കിലും ബാക്കിയെല്ലാം സബ് ജില്ലയിൽ ഫസ്റ്റും സെക്കൻഡും പോകും മേലോട്ട്. നാഷണൽ സയൻസ് സെമിനാർ നമ്മുടെ താഴെയുള്ള ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു, ജില്ല വരെ കഴിഞ്ഞു. ഇനി അതിൻ്റെ സംസ്ഥാനം കോഴിക്കോട് വെച്ചാണ് 27-ാം തീയതി നടക്കുന്നത്. കോഴിക്കോട് പ്ലാനറ്ററിയത്തിൽ വെച്ചാണ്. ശാസ്ത്ര മാഗസിൻ ഇപ്രാവശ്യം ഓൺ ദി സ്പോട്ട് നിർമ്മാണമാണ്. 5 കുട്ടികളാണ് അതിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് 1ാമത്തെ ദിവസം ക്ലാസ് കൊടുക്കും. 29-ാം തീയതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് കൊടുത്തതിന് ശേഷം അവർക്ക് ചെറിയ റെഫറൻസിനൊക്കെ ടൈം കൊടുക്കും. അതിനുശേഷം അവർ ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കി 2 ദിവസം കൊണ്ടാണ് ഉണ്ടാക്കുക. അവരുടെ പേപ്പറൊക്കെ സീൽ ചെയ്ത് കൊടുക്കും. കാലിയായ പേപ്പർ സീൽ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നിർമ്മാണം തുടങ്ങുന്നത്. അവര് 2 ദിവസം കൊണ്ട് 2ാമത്തെ സ്വിച്ച് ആകുമ്പോഴത്തേക്ക് എല്ലാ പണിയും തീർത്തിട്ട് മാഗസിൻ ടീച്ചർ ചെയ്യേണ്ട പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മറ്റേ കുട്ടി ചെയ്തോട്ടെ. ടീച്ചർ ചെയ്യേണ്ട പ്രൊജക്റ്റ് സമൂഹത്തെ ബോധവൽക്കരിക്കാനും ശാസ്ത്രാഭിമുഖ്യമുള്ളവരാക്കി മാറ്റാനും വേണ്ടി ടീച്ചർ നടത്തിയ ഇടപെടലുകളുടെ റിപ്പോർട്ട്, ഫോട്ടോ, വീഡിയോ ഇതൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. സംഗതി കുറച്ചുകൂടി മേലോട്ട് കയറി. നമ്മുടെ കുട്ടികളെ പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്ന പോലെ തന്നെ അതേ രൂപത്തിൽ തന്നെയാണ് ഇതിന്റെ പ്രസന്റേഷനൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെയും അതിലൊക്കെ തെളിവ് കൊണ്ടുവരണം. ഇനി NCERT സെമിനാർ കഴിഞ്ഞ പോലെ മില്ലറ്റ് എന്ന് പറഞ്ഞൊരു വിഷയത്തെ സെമിനാർ തന്നെ. ഇപ്രാവശ്യം വിഷയം ഇത് മേളയുടെ കൂടെ നടത്തുന്ന ഒരിതാണ്. റെഡ്യൂസിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് വിഷയം. ആ വിഷയത്തിൽ കുട്ടി പഠനം നടത്തിയിട്ട് എഴുതിയിട്ട് റിപ്പോർട്ട്, ഇതിന്റെ റിപ്പോർട്ട് കൊണ്ടുവരണം. മറ്റേതാകുമ്പോൾ അതിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ സെമിനാറിന് അതിന്റെ പേപ്പർ മനസ്സിലാക്കണം. ഇതിന്റെ പേപ്പർ 3 കോപ്പി അവതരണ സമയത്ത് കൊടുക്കണം. 6 മിനിറ്റ് അവതരണവും 2 മിനിറ്റ് അഭിമുഖവും. ബാക്കി സ്റ്റാർട്ട് സ്ലൈഡൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചത് നേരത്തെ പറഞ്ഞ NCERT സെമിനാറും VITM സെമിനാറും സകല നാടകവും മാഗസിനും എല്ലാം ഓൺലൈൻ എൻട്രിയിൽ വരും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ മാനുവലില് ലാസ്റ്റ് ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോ എല്ലാവർക്കും നന്ദി. ഇനി എന്തെങ്കിലും സംശയമുണ്ട് പെട്ടെന്ന് ചോദിക്കാം. HMs ആരെങ്കിലും ഉണ്ടോ? നമ്മളെ മീറ്റില് HMs ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാം കേട്ടോ. നാസർ മാഷ് ലെഫ്റ്റ് അടിച്ചോ രവന്നൂരിലെ? പ്രശാന്ത് സാറ്, ഈ ഇൻഡിവിജ്വൽ പ്രൊജക്ടിനെ കുറിച്ച് പിന്നെ ഒരു ക്ലാരിറ്റി കുറവുണ്ടോ? അതിനെപ്പറ്റി ഞാൻ നോക്കട്ടെ. ഞാനും സ്റ്റേറ്റ് സെക്രട്ടറി കൂടെ നിന്നിട്ട് അത് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ഒരു സാധനം, ഒരു റൈറ്റപ്പ് തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് തന്നെ വിടാം. ഇലക്ട്രോണിക്സ് ഇതൊക്കെ അല്ലേ, അതൊന്ന് റെഡിയാക്കാം. എന്തായാലും അതല്ല, വേറൊരു സിംഗിൾ ഗ്രൂപ്പ് പ്രൊജക്റ്റും സിംഗിൾ പ്രൊജക്റ്റും ആയിട്ട് വരുന്നുണ്ട്. അത് മറ്റേ ഇൻവെസ്റ്റിഗേറ്ററി ആണോ? ഇൻവെസ്റ്റിഗേറ്ററി പ്രൊജക്ട് നിങ്ങൾ സാധാരണ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന
റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റ് പോലെ തന്നെ ചെയ്യാം. ഇക്കൊല്ലം അങ്ങനെ മതി. ആ ഒരു പേര് മാറ്റം നോക്കണ്ടേയില്ല. അതെന്താ വിഷയം എന്ന് വെച്ചാല് സദേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ അതിന് മേലോട്ടേക്ക് ഒരു മത്സരമുണ്ട്. അത് ഇൻഡിവിജ്വൽ പ്രോജക്റ്റും ഉണ്ട്, ഗ്രൂപ്പ് പ്രോജക്റ്റും ഉണ്ട്. സാധാരണ ഒരു കുട്ടീനെ സെലക്ട് ചെയ്തിട്ട് മേലോട്ടേക്ക് കൊണ്ടുപോയി. ഇപ്രാവശ്യം ആ കൂട്ടത്ത് ഗ്രൂപ്പ് ഒന്ന് ഒരുത്തനെ സെലക്ട് ചെയ്യുക. ഇപ്രാവശ്യം വേറെ മത്സരമാക്കി. ഞാനൊരു ഗൂഗിൾ മീറ്റില്ല, ഞാൻ കുറച്ച് അങ്ങോട്ട് വരിക. അതാണ് വ്യത്യാസം. പ്രൊജക്ട് ചെയ്യും പോലെ സാധാ പ്രൊജക്ട് ചെയ്താൽ മതി നമുക്ക്. ലോഗ് ബുക്കും ഡയറിയും ഒക്കെ ആവശ്യമുണ്ട് അല്ലേ? അതുപോലെ തന്നെ അതിലൊരു കുട്ടിയാണെന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ഇക്കൊല്ലം അങ്ങനെ മാറ്റുള്ളൂ. അടുത്ത കൊല്ലാകുമ്പോ കുറച്ചുകൂടി അതിന്റെ ഡീറ്റെയിലിംഗ് വരും, ക്ലാരിഫിക്കേഷൻ വരും. ഓക്കെ ഓക്കെ ഓക്കെ. സാർ, ഈ എൽപിന്റെ പരിസര നിരീക്ഷണത്തിലും 2 പേരാണോ പങ്കെടുക്കേണ്ടത്? രണ്ട് കുട്ടികൾ ചേർന്നിട്ടാണ് അത് നിരീക്ഷിക്കേണ്ടത്. അതിന്റെ കുറിപ്പൊക്കെ തയ്യാറാക്കേണ്ടത്. രണ്ടാളും കൂടി ഒറ്റ കുറിപ്പ് തയ്യാറാക്കിയാൽ മതി. ഫോട്ടോസിലെല്ലാം 2 കുട്ടികളും വേണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഐറ്റത്തിലൊക്കെ കളക്ഷൻ ആയാലും എല്ലാത്തിലും ഫോട്ടോസ് രണ്ടാളെയും കൂടി നിർത്തിച്ചിട്ടാണ് ചെയ്യേണ്ടത്, കളക്ട് ചെയ്യേണ്ടത്. അപ്പോ ചില സമയം ഒരു കുട്ടി നിരീക്ഷിച്ചതായിരിക്കില്ലല്ലോ മറ്റേ കുട്ടി നിരീക്ഷിച്ചിട്ടുണ്ടാവുക. അല്ല, രണ്ടാളും കൂടി ഒരുമിച്ചാണ് നിരീക്ഷിക്കേണ്ടത്. അത് കുറിപ്പിൽ വന്നു, അത് വന്നിരിക്കും. അതൊരു ടീം വർക്കാണല്ലോ. 2 പേരെ ഒരുമിച്ച്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടല്ല അല്ലേ? വേണ്ട, ഒറ്റ കുറിപ്പേ ഉള്ളൂ. രണ്ടാളും ചേർന്ന ഒരു കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. സാർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. LP സെക്ഷനിൽ ക്വിസില് അവരുടെ ഔട്ട് ഓഫ് സിലബസ് ആണോ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്? ആനുകാലികങ്ങൾ പ്രതീക്ഷിക്കാം. അങ്ങനെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ സയൻസിൽ ഒക്കെ കൊടുക്കണം, ഇത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കുട്ടിയുടെ ലെവലിലാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. LPക്ക് എന്തായാലും വളരെ ഡീപ്പായിട്ടുള്ള സാധനമൊന്നുമില്ല, അങ്ങനെ പ്രതീക്ഷിക്കാം. ആനുകാലികങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഡൗട്ട് കൂടെ ഉണ്ടായിരുന്നേ. ഈ പരിസര നിരീക്ഷണത്തിൽ അവരുടെ ഏത് ടോപ്പിക് ആണെന്നുള്ള ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടൊരു ടോപ്പിക് ചൂസ് ചെയ്യാണോ വേണ്ടത്? ഈ നടക്കുമ്പോൾ തെളിയുന്നതാണ് വഴി എന്ന് പറഞ്ഞ പോലെ ഇത് ജനിച്ചിലേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് നമ്മളെ കുട്ടികളാണ് ഇതിനെ ഏതെല്ലാം വഴിക്ക് കൊണ്ടുപോകുക എന്നുള്ള വിദ്യ. എന്തായാലും ടെക്സ്റ്റ് ബുക്ക് ബേസിലുള്ള സാധനങ്ങളാണ് കൂടുതൽ നല്ലത്. കാരണം എല്ലാ ഭാഗവും ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ശാസ്ത്ര പരീക്ഷണമായാലും കളക്ഷൻ ആയാലും ഒക്കെ കുട്ടി പഠിക്കുന്ന പാഠമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ തരത്തില് കൊണ്ടുവന്നാണ് കൂടുതൽ ഗുണം ചെയ്യുക. കുട്ടിക്കും അത് തന്നെയാണല്ലോ വേണ്ടത്. അല്ല, ഓൺ ദി വേയിലാകുന്ന സമയത്ത് കുട്ടി ഒരേ സമയം തന്നെ നമ്മൾ എന്താ പറയാ, ഈ 4ാം ക്ലാസ്സിലെ EVSലൊക്കെ പെടുത്തുകയാണെങ്കിൽ നമ്മള് ഈ പിന്നെ സ്ഥിരാവിന്യാസങ്ങളിൽ ഒരേ സമയം കുട്ടി പോകുന്ന വഴി കാണുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ആവാസ വ്യവസ്ഥ, പക്ഷി നിരീക്ഷണം, പക്ഷികളെ കാണുന്ന, അപ്പൊ എല്ലാം ഈ ഒരു കുറിപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഏതെങ്കിലും ഒരു ടോപ്പിക്കല്ലേ എടുക്കാൻ കഴിയുള്ളൂ. നമ്മള് മറ്റേ ഇതിനെ പോലെ പ്രൊജക്ട് പോലെ ഒന്നിൽ മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് ആ കുട്ടിയുടെ ലെവലില് അത്ര ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള പഠനം ആണ് പ്രൊജക്ട്. ഇവിടെ ആഴത്തിൽ പഠിക്കണമെന്നില്ല, കുറച്ച് വൈഡാകാൻ കുഴപ്പമൊന്നുമില്ല, വളരെ വൈഡാകാണ്ട് പോകാൻ. ആവാസ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് തമ്മിലുള്ള ബന്ധമൊക്കെ കുട്ടിക്ക് കണ്ടെത്താലോ. അതല്ല, അതിൽ തന്നെ നമ്മൾ ഡീപ്പായിട്ട് പോകുന്ന സമയത്ത് ഇവര് ഇഴയുന്നവയും നടക്കുന്നവയും ഓടുന്ന അങ്ങനത്തെ ചാടുന്ന അങ്ങനെ പല ഇതിലെ കാറ്റഗറിയിൽ പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങ് കുറെ എഴുതാൻ അങ്ങ് പോവുമല്ലോ. കണ്ട കാര്യം എഴുതുന്നുണ്ട്,
അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. കങ്കാരുവിനെ കുറിച്ച് അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇതിൽ തന്നെ നമ്മള് ഒരു വഴിയിൽ നമ്മള് ഒരു കുട്ടി സ്വന്തം അതെ, പരീക്ഷ സ്വന്തം പരിസരം നിരീക്ഷിക്കുമ്പോ തന്നെ കണ്ടന്റ് കുറെ കിട്ടുമല്ലോ എന്നാണ് ചോദിച്ചത്. വീട്ടിനകത്ത് തന്നെ എന്തെല്ലാം ഉണ്ട് കാണുവേ, പല്ലിയും മറ്റേ അല്ലയോ എന്തിനെല്ലാം കുട്ടി കാണും. നമ്മള് അതെ, അപ്പൊ കാണുന്ന എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്തണ്ടല്ലോ എന്നപ്പോ ഏതെങ്കിലും ഒരു വിഷയമാണോ എടുക്കേണ്ടതെന്നാണ് സാർ ഞാൻ ഒരു ചോദിച്ചത്. പ്രത്യേക ചെറിയൊരു ഏരിയ തിരഞ്ഞെടുത്താൽ മതി. അത് ആ, കുട്ടിക്ക് അതിന്റെ ഓപ്ഷൻ കൊടുത്തോ, ചെറിയൊരു ഏരിയ. അത് കുട്ടി ഓക്കെ. വളരെ കൂടുതൽ വിശാലമായി എന്റെ വീട്ടിനുള്ളിലുള്ള കാര്യം തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ച ഒരു പഠനമാണ്. അത് നിരീക്ഷണമാണ്. നമ്മൾ കാണാത്ത പലതും കുട്ടി കാണും. ഹലോ സാറേ, ഒരാൾ ചോദിക്കാം. ആരാ? ഹലോ സാറേ, LP കളക്ഷനിൽ ഇപ്പൊ നമുക്ക് വിത്തല്ല പറഞ്ഞ ഒരു വിത്തിന്റെ വിവിധ ഇനങ്ങളാണോ അല്ലെങ്കിൽ വ്യത്യസ്തമായ വിത്തുകളാണോ? എങ്ങനെയാണ് അതിന്റെ ഒന്ന് വ്യക്തമാക്കാവോ? അത് ഒരു വൈവിധ്യത്തിനൊരു പ്രാധാന്യം എന്തായാലും കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഉം, ഉം. ഒന്നില് മാത്രം ഒന്നിനും വൈവിധ്യം ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നതിനെ ആശ്രയിച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് വിട്ടു. അതാണല്ലോ മത്സരം. ഏതായാലും അതിന്റെ ക്രമീകരണം ഇതൊക്കെ ഒരു ഇതാ. ഡിസ്പ്ലേ ഒക്കെ വലിയ ഘടകമാണ്. കാണുമ്പം തന്നെ നമുക്ക് ലേബലിങ് അതിനൊക്കെ മാർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണേ. ഓക്കെ. ഈ വിത്തിൻ്റെതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളെ നാട്ടില് കാണുന്ന വിത്തിനല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഉറപ്പല്ലേ? അപ്പൊ ഇത് പുറത്തുനിന്ന് ഓരോ സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് വിത്തുകളൊക്കെ ഓരോരുത്തർ ശേഖരിച്ച് കൊണ്ടുവന്നും കാഞ്ഞ് പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നേക്കാളും നല്ല കുട്ടിന്റെ പരിസരത്തും അതും സംഭവങ്ങളിൽ കിട്ടുന്ന വിത്തിനല്ലേ കുറച്ചും കൂടി അതാണ് പ്രാധാന്യം മാർക്കും അതാണ് കൊടുക്കേണ്ടത്. പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ സാധാരണ അങ്ങനെയല്ല, നമ്മള് കൂടുതലും കണ്ടുവരുന്ന അങ്ങനെയല്ല. നല്ല എവിടുന്നെങ്കിലൊക്കെ കിട്ടുന്ന വിത്തുകളും അവിടെ ശേഖരണത്തിന് ഉണ്ടാവും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇതല്ലേ എന്നാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അതിപ്പോ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു ശാസ്ത്രമേള കാണുമ്പോ ബാക്കിയുള്ളവർക്ക് ഒരു ഇതും കൂടിയാവും. കുറെ കാര്യം കാണാലോ. നമ്മള് അല്ല, കാണാത്ത ഇത് നമ്മള് കുട്ടിയെ ഉൾപ്പെടുത്തുകയാണല്ലോ. അപ്പൊ കുട്ടിയെ നമ്മൾ ഈ പ്രാവശ്യം മുതൽ ശേഖരണത്തിൽ ഉൾപ്പെടുത്തി അതിന്റെ ഫോട്ടോ തിരയുന്ന സമയത്ത് കുട്ടിക്ക് ഇത് എവിടുന്ന് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അതാ പറഞ്ഞ അതിന്റെ കലക്ഷൻ കുട്ടീന്റെ പങ്കാളിത്തം ചോദിക്കുന്നുണ്ട്. അതാണ് ചോദിച്ചത്. ആ അപ്പൊ ദൂരത്തുനിന്ന് കിട്ടുന്ന ഈ വിത്തിന് പങ്കാളിത്തം നിർബന്ധമാണ്. അത് നടക്കുകയാണെങ്കിൽ സന്തോഷം. ഏതായാലും ആ പങ്കാളിത്തത്തിന് മാർക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പൊ കണ്ടല്ലോ. അങ്ങനെ പരിഗണിക്കണത്. നേരത്തെ ഓരോ ചോദിച്ചിട്ട് പിന്നെ വഴിക്കായി പോയി. ഒരു കുട്ടിക്ക് 2 ക്വിസിന് പങ്കെടുക്കാൻ പറ്റുമോ? നോ, ഒരു ക്വിസ്. സർ, ഈ CV രാമൻ എസ്സേ റൈറ്റിംഗിൽ പങ്കെടുക്കുന്ന കുട്ടിക്ക് വേറെ ഏതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മേഖലയിൽ എന്നാണ് പറഞ്ഞത്. ശാസ്ത്രം ഇതിന്റെ മേഖല അല്ലെങ്കിൽ ഗണിതശാസ്ത്ര മേഖല, മേള എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അതൊന്ന് വിശദീകരിക്കാം. മേഖല അപ്പം സയൻസിലൊരു മേഖലയിൽ പങ്കെടുത്ത കുട്ടിക്ക് ഞങ്ങൾ എസ് മറ്റൊരു മേഖലയിൽ പങ്കെടുക്കാൻ പറ്റൂലേ? ഇല്ല, മൊത്തത്തിലാണ് സാർ പറഞ്ഞത്, മേഖല ഒന്നിച്ചാണ്. ഞാനല്ലേ പറഞ്ഞ എല്ലാം ഉൾപ്പെട്ടായി. ഓക്കെ. ഒരിനം എന്നുള്ള എല്ലാ കുട്ടികൾക്കും അവസരം കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം. സാർ, LPയിലെ കളക്ഷനിലും അതുപോലെ തന്നെ പരിസര നിരീക്ഷണത്തിലൊക്കെ കുട്ടികളുടെ ഫോട്ടോ ചേർക്കാൻ പറയുന്നുണ്ടല്ലോ, അവര് കളക്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്? നമ്മൾ ഫോൺ ഉപയോഗിച്ചോ ലാബ് ഉപയോഗിച്ചോ നിങ്ങൾക്കത് കുട്ടിക്ക് കാണിക്കാം. ഞാൻ ഇന്ന സാധനം ഇത് ഞാൻ ചെയ്തതിന്റെ തെളിവായത്.
അതല്ലാതെ നമുക്ക് ഫോട്ടോ A4 പ്രിന്റ് എടുത്തിട്ട് വെക്കുകയാണെങ്കിലോ? അതുമാവാം ആ അതുമാവാം. ഈ വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലൊക്കെ ജഡ്ജ്മെന്റിന്റെ സമയത്ത് ഇവര് അതിൽ പങ്കെടുത്ത ആ വീഡിയോയും കൂടി പ്ലേ ചെയ്യണമെന്നാണോ? ഉം. ഹലോ സർ, ആ ഒരു പറഞ്ഞു. സംശയം ഉണ്ടായിരുന്നേ. ആ നമ്മുടെ സ്റ്റിൽ മോഡല് വർക്കിംഗ് മോഡലൊക്കെ സ്പോട്ട് ആയിട്ടാണോ ചെയ്യാനുണ്ടാവുക, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വീഡിയോ ചേർക്കണം എന്നുള്ളത് മാത്രമാണോ പുതുതായിട്ട് വന്നിട്ടുള്ളത്? അത്രയേ ഉള്ളൂ. വർക്കിംഗ് മോഡല്, ആ സ്റ്റിൽ മോഡല്, ഇംപ്രോവൈസേഷൻ ഇതൊക്കെ നാഷണൽ ലെവലിൽ പോകുന്ന ഒരു മത്സരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഓൺ ദി സ്പോട്ട് ആക്കാൻ കഴിയില്ല. മൊത്തത്തില് നാഷണൽ വൈസ് അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഓൺ ദി സ്പോട്ട് വേറെ ഇനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതില് കുട്ടിയുടെ പങ്കാളിത്തത്തിന്റെ തെളിവ് മാത്രം പറയാൻ പറ്റും. ഓക്കെ സർ. സാർ, പരിസര നിരീക്ഷണത്തിന് ഒരു ഡൗട്ട് കൂടെ ഉണ്ടായിരുന്നേ. കുട്ടിയുടെ പങ്ക് കാണിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ പ്ലസ് കുട്ടി പ്രസന്റ് ചെയ്യുന്ന രീതി, അങ്ങനെയാണോ അതിന് മാർക്ക് വരുന്നത്? കുട്ടി പ്രസന്റ് ചെയ്യുന്നു, കൂട്ടത്തിലെ സ്ലൈഡ് യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അങ്ങനെയാണോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, അതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നു, പറഞ്ഞോ. പരിസര നിരീക്ഷണത്തില് ആ കുട്ടി പ്രസന്റ് ചെയ്യുന്നത് സ്ലൈഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണ് വേണ്ടത്. ആ കുട്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് സ്ലൈഡ് യൂസ് ചെയ്ത് ചെയ്യുന്നു, കുട്ടി ജഡ്ജസിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു, അങ്ങനെയാണോ? പരിസര നിരീക്ഷണത്തില് ആ കുട്ടി ചെയ്ത കാര്യങ്ങൾ നമ്മളെ സെമിനാർ പ്രസന്റേഷൻ പോലെ തന്നെ, അല്ലെങ്കിൽ ഇത് നമ്മളുള്ള പ്രൊജക്ട് അവതരിപ്പിക്കുന്ന പോലെ തന്നെ, സെമിനാർ രീതിയിലാണ് പ്രൊജക്ട് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുക. ഇനിയിപ്പോ ഈ ചെറിയ LP പ്രസന്റേഷൻ രൂപത്തിലാക്കണോ എന്നില്ല, ആ വീഡിയോ ആക്കിയാലും മതി. ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടി പറഞ്ഞാലും മതി, ഇന്നതിനെ കണ്ടു, ഇന്ന സാധനം കണ്ടു. പക്ഷെ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് 5 മിനിറ്റ് പറ്റുന്നതാണ്. സ്ലൈഡാകുമ്പോൾ പ്രശ്നമില്ല. ഓക്കെ സാർ, താങ്ക് യു. സർ, പരിസര നിരീക്ഷണം അതിന് എന്തെങ്കിലും പ്രത്യേകമായ സ്റ്റെപ്പുകൾ ഉണ്ടോ? ഫോളോ ചെയ്യുന്ന പ്രൊജക്റ്റിനൊക്കെ നമുക്ക് സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, അതേപോലെ ഇതിന്റെ സ്റ്റെപ്പെല്ലാം ഇനി ഉണ്ടായി വരണം. കാരണം അത് ഇക്കൊല്ലം ജനിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ എങ്ങനെയല്ല പോകുന്നത് അതെല്ലാം നോക്കിയിട്ട് അടുത്ത കൊല്ലത്തിനൊക്കെ സ്റ്റെപ്പ് വരും. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഈ സാധനത്തെ നോക്കി കാണിക്കുന്നതിനനുസരിച്ച്. അതിനെന്തെങ്കിലും ഒരു മോഡലോ അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റും? ഇല്ല, നിലവിൽ എവിടെയും നടക്കാത്തൊരു സാധനം അത്. അപ്പോ ഒരു പുതുതായിട്ട് വന്നൊരു ഇനാണ്. മറ്റൊക്കെ നമുക്കിപ്പോ യുവനോത്സവത്തിലാണെങ്കിൽ ഏതെങ്കിലും നാടോടി നിർത്തലോ എന്ന് പറഞ്ഞാല് അതെവിടെ കാണിക്കാൻ പറ്റും. ഇത് നമുക്ക് എവിടെയും കാണിക്കുന്നില്ല. അപ്പോ അത് അങ്ങ് ആയി വരണം അത്രേ അതിന്റെ ഒരു സ്റ്റെപ്പുകൾ. അപ്പൊ ഇതിനെ വിഷയമായി തെരഞ്ഞെടുക്കാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരു ആവാസ വ്യവസ്ഥയാവാം, അല്ലെങ്കിൽ മറ്റേ പരിസരത്തുള്ള ഒരു മാലിന്യ കൂമ്പാരമാവാം, ഇനി വീട്ടിനകത്തുള്ള ആവാസ വ്യവസ്ഥയാകാം. അങ്ങനെ നിങ്ങൾക്ക് എവിടെയാണോ ഇത് കുളത്തില്, അങ്ങനെ എവിടെയും നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ കംഫർട്ടായിട്ടുള്ള അപകടരഹിതമായിട്ട് കുട്ടിക്ക് നിരീക്ഷിക്കാൻ പറ്റുക, അതാണ് നോക്കേണ്ടത്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു റിസൾട്ടിലേക്കൊക്കെ എത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ടി വരുമോ? പോകണം എന്നില്ല, അത് അപ്പോഴേക്കാൾ പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നിരീക്ഷണ കുറിപ്പ്, കുട്ടി എന്തൊക്കെയാ കണ്ടത്, മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു. ഇതൊരു പ്രൊജക്റ്റിന്റെ കുഞ്ഞ് തന്നെയാണ്. ഡാറ്റ കളക്ഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിന് അനലൈസ് ചെയ്തിട്ട് ഒരു നിഗമനത്തിലേക്ക് എത്തുന്ന അത്രയും സ്റ്റെപ്പിലേക്ക് പോകണമെന്നില്ല. എക്സ്പെരിമെന്റിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ.
എക്സ്പെരിമെന്റ് മാക്സിമം 3 അങ്ങനെയല്ലായിരുന്നോ? അതെ, അതിന്റെ തീമും ഈ പറഞ്ഞ പോലെ അവരുടെ ടെക്സ്റ്റ് ബുക്ക് അവർക്ക് പഠിക്കാനുള്ളത് ടെക്സ്റ്റ് ബുക്കിലുള്ളതേ പറ്റൂ. ആ ടെക്സ്റ്റ് ബുക്ക് സംബന്ധിച്ചുള്ള സാധനമാണ് കുട്ടി എക്സ്പെരിമെന്റിൽ വരേണ്ടത്. ഓക്കെ സർ. വല്ലാതെ ഹയറിലൊക്കെ പോയാല് ബുദ്ധിമുട്ട്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് എന്നൊക്കെ അതിലേക്ക് പോവാം. അതാ പറഞ്ഞ നിലവില് പാഠഭാഗത്ത് ഉള്ള എക്സ്പെരിമെന്റ് ആവരുത്, എന്നാല് പിന്നെ അതിന് ഒന്നും കൂടെ ഉയർന്ന രീതിയിലുള്ളതായിരിക്കണം അല്ലെ? പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം, അല്ലാതെ വല്ലാതെ വേർന്നങ്ങ് പോകും. അതേസമയം അത് ഉദ്ദേശിച്ചതൊന്നുമില്ല, ലാബ് സാധനങ്ങൾ ഉപയോഗിച്ചതേ ഉണ്ടോ. അതിപ്പോ LPക്ക് അത് ബാധകമല്ല, ഹൈസ്കൂളിനൊക്കെയാണ് ലാബിലുള്ള മറ്റേ മീറ്ററുകളും അതും ഇതും എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് പരീക്ഷണം ചെയ്യുന്നതിന് പകരം അത് കുറച്ചുകൂടി ഒരു ഇംപ്രോവൈസേഷന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇപ്പം ലാബിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും എടുത്തിട്ട് ജലവും ലവണവും ഉണ്ടാക്കുന്ന പരീക്ഷണം കാണിച്ചിട്ട് എന്താ കാര്യം? അതിലർത്ഥമില്ലല്ലോ. അതിന് പകരം അതിനൊക്കെയുള്ള ബദലുകൾ കാണിക്കാന്നില്ല, ഇംപ്രോവൈസേഷൻ. സാറേ, പരീക്ഷണത്തില് നിരീക്ഷണത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നേ. അതില് 6 മിനിറ്റുള്ള ഒരു വീഡിയോ അല്ലേ കാണിക്കേണ്ടത്? അപ്പം ആ 6 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ആ വീഡിയോ കാണിക്കുകയും പിന്നെ അവതരണം നടത്തുകയും വേണ്ടേ? ഏതിന്റെ പരീക്ഷണ നിരീക്ഷണത്തില്? പരിസര നിരീക്ഷണ അവതരണമാണോ? അതെ അതെ. അത് 6 മിനിറ്റേ ഉള്ളൂ. 6 മിനിറ്റാണ് അവതരണത്തിലുള്ളത്. മറ്റേത് കുട്ടിയുടെ പങ്കാളിത്തത്തിന്റെ തെളിവ്, അത് ജഡ്ജസിന് പരമാവധി 5 മിനിറ്റിന്റെ സാധനം ഉണ്ടാക്കിയാൽ ജഡ്ജസ് അത് ചിലപ്പോ സ്പീഡ് അടിച്ചിട്ട് കാണേണ്ടി വരും. അതായത് ഓർക്കൊരു കാണണ ഒരു തെളിവ് വേണമെന്നേ ഉള്ളൂ. ഓക്കെ, അതിലിപ്പോ ഒരു വീഡിയോ മൊബൈൽ അല്ലെങ്കിൽ ലാപ്പിൽ എഡിറ്റ് ചെയ്തിട്ട് അവർ കാണിച്ചു കൊടുത്താൽ മതി അല്ലേ? അത്രേ ഉള്ളൂ. അത് ചിലപ്പോ ലാപ്പ് കാണിക്കുന്നതാണ്, ജഡ്ജസ് മൗസ് വെച്ചിട്ടാവുന്നവരൊക്കെ നീക്കും. അപ്പൊ ഓരോ ചെപ്പിലുണ്ടോ നോക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. അത്രേ അവർക്ക് സമയം കിട്ടും. അതാ പ്രശ്നം. എല്ലാരും അറ്റൻഡ് ചെയ്യണ്ടേ? സർ, ടീച്ചിങ് എയ്ഡ് നിർമ്മാണത്തിന്റെ അതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ? ടീച്ചിങ് എയ്ഡ് നമ്മുടെ പാഠഭാഗം നന്നായി ട്രാൻസാക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഉപകരണം ഉണ്ടാക്കുക. ടീച്ചിങ് എയ്ഡിലൊക്കെ നിങ്ങളൊക്കെ കൈവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ കുറെ കൊല്ലം 10 കൊല്ലം കോഴിക്കോട് ജില്ലയിൽ ഫസ്റ്റ് വാങ്ങിയാളാണ് ഞാൻ. അപ്പോ നമ്മള് പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട നല്ല ഉപകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കില്ല്. അപ്പോ ഇപ്രാവശ്യം ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാക്കിയ ഉപകരണം ക്ലാസ്സിൽ ഉപയോഗിച്ചതിന്റെ തെളിവ് വേണം. എന്നാൽ ക്ലാസ്സിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ചെറിയ ആൾക്കാർ സമ്മാനമായി പോകുന്നുണ്ടാവും. ആ സ്കൂളില് ഒരു കുഞ്ഞിന് ഇത് അറിഞ്ഞിട്ടും ഉണ്ടാവില്ല, ഇയാളിതെല്ലാം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ ഭയങ്കര ഹൈടെക് സാധനമായിരിക്കും. ഇതൊന്നും ക്ലാസ്സിൽ കാണിക്കുന്നത് അത് പറ്റൂല. ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന സാധനമായിരിക്കണം. ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതിന് തെളിവ് വേണം. ഉപയോഗിച്ചുകൊണ്ടുള്ള മെച്ചത്തിന് ഉള്ള തെളിവും കൂടി കൊടുത്താൽ നമുക്ക് പരിഗണന. ഏതെങ്കിലും ഒരു ഐറ്റത്തിനോ അതിനു പുറമെ ഏതെങ്കിലും ഒരു ക്വിസ് മത്സരത്തിലോ പങ്കെടുക്കാം. അതായത് സയൻസിൽ ചാർട്ട് മേക്കിംഗ്, LP സെക്ഷൻ ചാർട്ട് മേക്കിങ്ങിൽ കൂടുതൽ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്നല്ലേ? പറ്റില്ല. വരച്ചോളുക, എഴുതിക്കൊള്ളുക, കളർ ചെയ്യാം. ഒന്നുകൂടെ പറയാമോ സാർ? കേട്ടില്ല. വരക്കുക, എഴുതുക, കളർ ചെയ്യുക ഒക്കെ ആവാം, പക്ഷെ ഒന്നും ഒട്ടിക്കാൻ പാടില്ല. ഓക്കെ. ഒരാൾ പറ, അതേപോലെ പറഞ്ഞു ആദ്യം. ഒരാൾ പറഞ്ഞോ. ഹലോ സർ, നമ്മൾ സ്റ്റീൽ മോഡൽ, വർക്കിംഗ് മോഡലൊക്കെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമൊക്കെ കുറയ്ക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ.
അപ്പോ അപ്പോ അത് എങ്ങനെയാണ്, തെർമോക്കോൾ മാത്രം ഒഴിവാക്കണോ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഡിസ്പോസിബിൾ ബോട്ടിലൊക്കെ ഉപയോഗിക്കാൻ എന്താ കുഴപ്പം? അതൊന്നും പ്രശ്നമില്ല. പരമാവധി നമ്മളെ ഈ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കാത്ത സംഗതികൾ നമുക്ക് ഉപയോഗിക്കുന്നതിനൊരു കുഴപ്പമില്ല. ആ ഡ്യൂറബിലിറ്റി ഒക്കെ ഒരു ഘടകമാണ്. നമ്മൾ ചിലപ്പോ വല്ലാതെ അങ്ങ് നോക്കിയാൽ ചിലത് നമുക്ക് ഇത് എടുത്ത് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ടുള്ള സാധനം നിങ്ങൾ ചെയ്യാം. മാഗസിൻ നിർമ്മാണ സമയത്ത് അതിലെ കണ്ടന്റ് കുട്ടികൾ പഠിച്ചില്ല. കുട്ടി അത് എല്ലാത്തിലുള്ള കുട്ടികളുണ്ടാവണം. ചിത്രം വരക്കുന്ന കുട്ടി ഉണ്ടാവണം, കഥ എഴുതുന്ന കുട്ടി ഉണ്ടാവണം, കവിത എഴുതുന്ന കുട്ടി ഉണ്ടാവണം. ഇതൊക്കെ കുട്ടികൾ തന്നെ ചെയ്യണം. അല്ലാണ്ട് നമുക്ക് കണ്ടന്റ് കൊണ്ടുപോകാനൊന്നും പറ്റൂല. ഇല്ല, കയ്യിലൊരു കുറിപ്പും കരുതാൻ അനുവദിക്കില്ല. നിലവിൽ അങ്ങനെയാണ് നിർദ്ദേശം. സ്റ്റേറ്റിൽ നിന്ന് കൂടുതൽ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യും.